യുവാക്കൾക്കിടയിലെ ലഹരി ഉപയോഗവും അക്രമവാസനയും വർദ്ധിക്കുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. തൃശൂരിൽ നിന്ന് കെ അഖിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ കൂടുതലും ഈ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ആക്രമണ സ്വഭാവവും വാസനയും അതോടൊപ്പം തന്നെ ലഹരിയുടെ ഉപയോഗമൊക്കെ വലിയ രീതിയിൽ വർദ്ധിക്കുന്നതിന്റെ വാർത്തകളാണ്. അത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് തൃശൂർ ലോ കോളേജിലാണ്. അവിടെ ഒരു പറ്റം വിദ്യാർത്ഥികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവർക്ക് എന്താണ് ഇതിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം കാര്യങ്ങളിൽ പറയാനുള്ളത് എന്ന് നമുക്ക് അവരോട് ചോദിക്കാമെന്നുള്ളതാണ്. പുതിയ ജനറേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ക്രൈം റേറ്റ് അതുപോലെ തന്നെ ഡ്രഗ്സിന്റെ യൂസ് ഒരുപാട് കൂടി വരുന്നുണ്ട്. അതിപ്പോൾ എന്തായാലും പ്രോപ്പറായിട്ട് കാരണം എന്നൊക്കെ ചോദിച്ചാൽ അതിപ്പോൾ ഒരുപാടുണ്ട്. നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ആൾക്കാരുടെ കാലഘട്ടത്തിന്റെ മാറ്റമായിരിക്കാം. ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം എന്നുള്ളത് നിയമകലാലയത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുമ്പോൾ ഞങ്ങളിപ്പോൾ കാണുന്നൊരു കാര്യം, വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള അരാജകത്വ പ്രവണതകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് പറഞ്ഞു വയ്ക്കാനായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാകണം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് കക്ഷി രാഷ്ട്രീയം മാത്രമല്ല, വിദ്യാർത്ഥി ജീവിതമാകെ സർഗാത്മകമാവണം എന്നുള്ളതാണ് നിയമവിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ തന്നിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവണത കുട്ടികളിലും വളർന്നു വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായൊരു ആശയം, അത് രാഷ്ട്രീയമാണെന്ന് ഞാൻ തീർത്ത് പറയില്ല, പക്ഷെ വ്യക്തമായൊരു ആശയം കുട്ടികളിലില്ല. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവർ ബാക്കിയുള്ള സഹജീവികളോട് അവർക്കൊരു സ്നേഹം, കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളിൽ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെയൊക്കെ വീട്ടുകളിൽ തന്നെയാണെങ്കിലും നമ്മൾ ബാക്കിയുള്ളവരുടെ ഒരു ഇതിൽ നിന്നാലും അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ സംസാരിക്കാൻ നിന്നാലും നമ്മുടെ പാരൻസ് തന്നെ പറയും നിനക്ക് സ്വന്തം കാര്യം നോക്കി നിന്നാൽ പോരെ എന്നുള്ളൊരു രീതിയിൽ നമ്മളെ അവർ തന്നെ ചെറുപ്പം തൊട്ടേ കൺട്രോൾ ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കുട്ടി അവൻ്റെ മാത്രം കാര്യങ്ങളെ നോക്കുകയുള്ളൂ, അവൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളും സങ്കടങ്ങളും മാത്രമേ നോക്കൂ. അപ്പം ചെറിയ രീതിയിൽ തന്നെ ആൾക്ക് വരുന്ന വിഷമങ്ങളെ ആൾ റിയാക്ട് ചെയ്യുമ്പം ഇത്തരം ക്രൂരമായ ഒരു രീതിയിലേക്ക് അത് തിരിഞ്ഞു വരുന്നതാണ്. അപ്പം നമ്മുടെ രക്ഷകർത്താക്കൾ ഒന്ന് കുട്ടികളെ കുറച്ചുകൂടി ഒന്ന് സർഗാത്മകമായി വളരാനുള്ളൊരു സ്പേസ് കൊടുക്കുക. പിന്നെ അവർ നല്ല രീതിയിൽ കുട്ടികളുമായിട്ട് നിൽക്കുക, നല്ലൊരു രക്ഷകർത്താവായിട്ട് നിൽക്കുക. കുട്ടികളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് രക്ഷകർത്താക്കൾക്ക് നിൽക്കാൻ പറ്റുന്ന വീടുകളിൽ ഇത്തരം പ്രവണതകളോ അല്ലെങ്കിൽ ലഹരി പോലത്തെ വസ്തുക്കളോ ഉപയോഗിക്കുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു വരില്ല. സിനിമ മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയാസിലും വരുന്ന ഓരോരോ കാര്യങ്ങൾ അത് ഈ കുട്ടികളെ അനുകരിക്കാനായിട്ട് നോക്കും, അങ്ങനെ ചെയ്യാനായിട്ട്. ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ ചില സിനിമകളൊക്കെ ഭയങ്കര ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതായിരിക്കാം ചിലപ്പോൾ പിള്ളേർക്ക് ഒരു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടാവുക എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. സിനിമകൾ പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ നല്ല സിനിമകളും ഉണ്ട്, ഇപ്പോൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല, വയലൻസ് പാടില്ല, അങ്ങനെ കാട്ടുന്ന സിനിമകളുണ്ട്. പക്ഷേ മറ്റൊരു രീതി നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഇപ്പം ഇറങ്ങുന്ന സിനിമകളിൽ വയലൻസ് കൂടുതൽ അത് ഇറങ്ങണല്ല, അത് അനുകരിക്കാൻ നോക്കുകയാണ് പ്രശ്നം. അങ്ങനെ കാട്ടുന്നവർ എന്താ വലിയൊരു സംഭവമാണെന്ന്, ഹീറോ ആകുന്നു എന്നൊരു മനോഭാവം വന്നെയാണ്. അതുകൊണ്ട് അത് ഫോളോ ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. കാരണം അത് റോൾ മോഡലായിട്ട് എടുക്കാൻ നോക്കണേണ് അവർ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനും അവരെ പോലെ ഒരു ഹീറോ ആണ് എന്നൊരു കാഴ്ചപ്പാടിലോട്ട് വരുമ്പോൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നോക്കേണ്ടത്. ഇതിന്റെ ഒരു മെയിൻ വിഷയമെന്ന് ഞാൻ കരുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഫ്രീഡം ഇല്ല. അതായത് ഇപ്പോൾ പറഞ്ഞു കൊടുക്കാനാണെന്നുണ്ടെങ്കിലും തിരക്കിട്ട് പോകുന്ന ലോകത്ത് ഇവരെ വിട്ടുപോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും ക്യാമ്പസുകളിലും അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും കമ്പൽസറി ഒരു കൗൺസിലിംഗ് എന്നുള്ള രീതി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് പകുതി കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാലും തലമുറ എന്തിലേക്കാണ് അവരൊരു പീസ് കണ്ടെത്തുന്നത് ഇതിലേക്കാണ് എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഇതെനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം, ഓപ്പൺ ആയിട്ടൊരു സ്പേസ്, എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പറയാനൊരു സ്പേസ് ഇല്ലാത്തത് ഒരു യുവതലമുറയ്ക്ക് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ പല സൂയിസൈഡും കാര്യങ്ങളും കണ്ടാൽ പോലും ഇതുമായി കണക്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അക്രമത്തിലേക്ക് ഇപ്പോൾ അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സൂയിസൈഡ് കണ്ടെത്തുന്നു, ഇപ്പോൾ അതിൽ നിന്ന് മാറി ഒരു അക്രമത്തിലേക്ക് എത്തുന്നു. ഇപ്പം സിനിമകൾ തന്നെ എടുക്കുക, ഇപ്പോൾ തല്ലുമാല പോലെയുള്ള മാർക്ക് പോലെയുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ പിള്ളേർ അല്ലെങ്കിൽ പുതിയ സമൂഹം ഇത് കണ്ടിട്ട് ഇത് അനുകരിക്കാനും കാര്യങ്ങൾ ശ്രമിക്കുമ്പോഴാണ് ഇതിലേക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു. അതുപോലെ പേരൻറ്റിങ് അതിനകത്ത് വലിയൊരു ഘടകമായിട്ടാണ് തോന്നുന്നത്. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കുട്ടികളെ ഇതേപോലെ വെളിയിൽ നിന്ന് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കാറുണ്ട്. അതൊക്കെ ഒരു രീതിയിൽ അതായത് കുഞ്ഞിലെ തന്നെ ഈ ഡ്രഗ്സിൽ എക്സ്പോഷർ വരുമ്പോഴത്തേക്ക് അവർക്ക് ഒരു സെൽഫ് കൺട്രോളോ അതായത് ഒരു അവയർനെസ് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഇപ്പോൾ അവയർനെസ് ഉള്ള ആൾക്കാർ തന്നെ, അതായത് അഡൽട്സ് തന്നെ ഇതേപോലെ ഡ്രഗ്സ് യൂസ് ചെയ്ത് മദ്യം തന്നെ ആയാലും ഭയങ്കര അഡിക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്റ്റുഡൻസിനും പിന്നെ ഒട്ടും വിവരം വെക്കുന്നതിന് മുന്നേ ഇതേപോലുള്ള ഇതിൽ എക്സ്പോസ് ആകുമ്പോഴത്തേക്ക് അതിൽ നിന്ന്
എന്താ എസ്കേപ്പ് ചെയ്യാനൊന്നും പറ്റാതെ പെട്ടുപോകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. കുട്ടികൾ മെയിൻലി എന്താ അവരുടെ സീനിയേഴ്സിനെ സീനിയർ സിറ്റിസൺസിനെ കണ്ടുപഠിക്കുന്നതായിരിക്കും വരുന്നത്. സമൂഹത്തിൽ എന്ത് നടക്കുന്നു അതിനെ പിന്തുടരുകയാണ് ഒരു മജോറിറ്റിയും ചെയ്യുക. അപ്പോൾ അതിനെ നമ്മൾ നല്ല രീതിക്ക് നടക്കുക, അവയർനെസ് കൊടുക്കുക, അതൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെന്ത് കാണിച്ചു കൊടുക്കുന്ന എല്ലാവരും അനുകരിക്കുകയുള്ളൂ. അതുതന്നെയായിരിക്കും അല്ലേ. എന്തായാലും നിയമ വിദ്യാർത്ഥികളാണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നു. നമ്മൾ ഓരോ ദിവസവും വലിയ തോതിൽ വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു, അതിൽ മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും അതിലൊരു മാറ്റം വേണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഇവിടെയുള്ള ഓരോ വിദ്യാർത്ഥികൾക്കുമുള്ളത്. അതിൽ കൃത്യമായി അവരുടെ അഭിപ്രായങ്ങൾ, അത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന അല്ലെങ്കിൽ കൗൺസിലിംഗ് അടക്കം നൽകി വിദ്യാർത്ഥികളെ മാറ്റിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ പോലും അവർ പറയുകയും ചെയ്യുന്നുണ്ട്. തൃശൂർ ലോ കോളേജിൽ നിന്നും ബേസിൽ ജോർജിനൊപ്പം കെ അഖിൽ, മീഡിയ 1.